ഹായ് യോൾ. അപ്പോൾ ദാ ഞങ്ങളൊന്ന് പുറത്ത് പോവാട്ടോ. ഇവിടെ വന്നതിന് ശേഷം ഫസ്റ്റ് ടൈമാണ് ദാ പുറത്തേക്ക് ഇറങ്ങുന്നത്. നല്ല തണുപ്പായതുകൊണ്ട് ഞാനൊരു തൊപ്പിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. കുക്ക് ചെയ്യാനായിട്ട് നമുക്ക് കുറച്ച് ഐറ്റംസ് ഒക്കെ വാങ്ങിക്കാനുണ്ട്. ബേസിക് ആയിട്ട് നമുക്ക് സവാള, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ വേണമല്ലോ. പിന്നെ നാട്ടിൽ നിന്ന് വന്നപ്പോൾ നമ്മൾ പൊടികളെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല. ബാക്കിയൊക്കെ ഇനി ഓരോന്ന് കുക്ക് ചെയ്ത് വരുമ്പോൾ നോക്കി നോക്കി വാങ്ങിക്കാം കേട്ടോ. പോകുന്ന വഴിക്ക് ഞങ്ങളൊരു കോഫി കുടിക്കാൻ കയറി. നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഒരു കോഫി കുടിച്ചു. പിന്നെ ദാ നമ്മൾ പാനിപ്പൂരി വാങ്ങി കേട്ടോ. ഇപ്പൊ നമുക്ക് തൽക്കാലം കുക്ക് ചെയ്യാനുള്ള കുറച്ച് ഐറ്റംസ് മാത്രം എടുത്തു കേട്ടോ. ബാക്കി നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും വാങ്ങിക്കാമെന്ന് കരുതി. ഓരോന്ന് കുക്ക് ചെയ്ത് വരുമ്പോഴാണല്ലോ ഓരോന്നിൻ്റെ കുറവുകൾ അറിയുക. അപ്പോൾ അതിനനുസരിച്ച് വാങ്ങാം. പിന്നെ ഞാൻ അത്ര കുക്കിംഗ് എക്സ്പേർട്ട് ഒന്നും അല്ല കേട്ടോ. അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്നു എന്ന് മാത്രം. കടല, പയറ്, പരിപ്പ്, പിന്നെ നമ്മുടെ തേയില, ഇത് നമുക്ക് മെയിനായിട്ട് വേണ്ട ഐറ്റംസ് ആയിരുന്നു. അപ്പോൾ അത് നമ്മൾ എടുത്തു കേട്ടോ. പിന്നെ മോന് വേണ്ടിയിട്ടതാ ഒരു ക്രയോൺസ് നോക്കി നടന്നതാണ് ഞാൻ. അപ്പോൾ ഇങ്ങനെ ഒരു ബോക്സ് നമ്മൾ വാങ്ങി. അതിൽ കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് നേരം കളറൊക്കെ അടിച്ചിരുന്നാൽ അത് വലിയ ഇഷ്ടമാണ്. ഫുഡും കുറച്ച് ഉള്ളിൽ പോയിക്കോളും. എന്തൊക്കെ അഭ്യാസങ്ങൾ കാണിച്ചാലല്ലേ ഇവർക്ക് ഫുഡ് കൊടുക്കാൻ പറ്റുക. എത്ര നേരം വേണമെന്നോ, എല്ലാ അമ്മമാരും അങ്ങനെ തന്നെയായിരിക്കും. അപ്പോൾ ദാ നമ്മൾ വീട്ടിലെത്തിക്കഴിഞ്ഞപ്പോൾ നമ്മൾ ചീര ദാ കുക്ക് ചെയ്യുക കേട്ടോ. അത് നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഞങ്ങളുടെ അവിടെ ഇത് വെയിലിച്ചീര എന്നൊക്കെയാണ് കേട്ടോ പറയുക. എല്ലാ നാട്ടിലും ഇതിനെന്താ പേരെന്ന് എനിക്കറിയില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്കിഷ്ടമായതുകൊണ്ട് മാത്രം വീട്ടിൽ മമ്മി ഇത് കുറച്ച് നട്ടു വളർത്തിയിട്ടുണ്ട്. എനിക്കിഷ്ടമാണ്, അനിയത്തിക്ക് ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കുറച്ചേ ഉണ്ടാവുള്ളൂ ഇത് ശരിക്കും പറഞ്ഞാൽ വെച്ച് വരുമ്പോൾ. ഞങ്ങൾ രണ്ടുപേരും കൂടി അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കും. അപ്പോൾ ഞാൻ പോരുന്ന അന്ന് പറിച്ച് കൊണ്ടുവന്നതാണ് കേട്ടോ. വളരെ കുറച്ച് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, ഞാനിത് കൊണ്ടുപോയിക്കോളാം എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മയോട് വിളിച്ച് പറഞ്ഞപ്പോൾ അമ്മ അവിടെ നിന്നും കുറച്ച് പറിച്ചൊക്കെ കൊണ്ട് തന്നു കേട്ടോ. അപ്പോൾ അത് നമ്മളിതാ തോരൻ വെച്ചു. ഇനി കുറച്ച് ചെമ്മീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ചെമ്മീൻ ഇവിടെയും കിട്ടും കേട്ടോ. പക്ഷെ ഭയങ്കര വലുപ്പവും നമ്മുടെ നാട്ടിലെ ടേസ്റ്റ് ഒന്നുമല്ല. ഇതുപോലെ കുഞ്ഞു ചെമ്മീൻ നമ്മുടെ നാട്ടിൽ മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ വരുന്ന ടൈമിൽ ചെറിയ ചെറിയ പാക്കറ്റായിട്ട് നമ്മൾ കൊണ്ടുവരും കേട്ടോ. നമ്മൾ രണ്ടുപേർക്കും ഒരു ദിവസത്തെ കറിക്കായിട്ട്. അപ്പോൾ കുറച്ച് ചെമ്മീൻ, കുറച്ച് ഞണ്ട്, കുറച്ച് കൂന്തൽ, അങ്ങനെ കുട്ടി കുട്ടി പൊതിയായിട്ട് കൊണ്ടുവരും. അപ്പോൾ ഒരു ദിവസം ഇതെടുത്താൽ നമുക്ക് അന്നത്തെ ഒരു കറിയാവുമല്ലോ. അപ്പോൾ അതാ ഞാൻ നല്ലപോലെ ഒലത്തി എടുത്തിട്ടുണ്ട്. നമ്മളുടെ അവിടെ ചെമ്മീനൊക്കെ ഒലത്തുന്നാട്ടോ പറയുക. പല നാട്ടിലും പല പേരുകളാണല്ലോ. ഇത്രയും കറികളൊക്കെ ഉള്ള സ്ഥിതിക്ക് ഒരു പൊതിച്ചോറ് കിട്ടാനുള്ള വകയുണ്ട് കേട്ടോ. അപ്പോൾ വാഴയില ഇല്ലാത്തതുകൊണ്ട് ഞാൻ ദാ ഫോയിൽ പേപ്പർ ഉപയോഗിച്ച് ഒരു പൊതിച്ചോറ് ഉണ്ടാക്കി. അപ്പം നമ്മളുടെ ചീരത്തോരനും മുട്ട വറുത്തതും പിന്നെ നമ്മളുടെ ഇഞ്ചിക്കറി നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അമ്മ ഉണ്ടാക്കി തന്നു വിട്ടതാണ് എനിക്ക്. പിന്നെ ദാ ചെമ്മീനുള്ളത്തും കൂട്ടി അടിപൊളിയായിട്ട് ഞങ്ങൾ ചോറുണ്ടു. നമ്മുടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് വന്ന് പിറ്റേ ദിവസം ഉച്ചയ്ക്കാട്ടോ ഇതൊക്കെ കറി വെച്ചത്. അപ്പോൾ അതിനിടെ കൂടെ ദാ ഭാവിക്ക് ഞാൻ ഫുഡൊക്കെ കൊടുത്തു. പിന്നെ ദാ നമ്മൾ നാട്ടിൽ നിന്ന് മണി പ്ലാന്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് നട്ടു വെച്ചു കേട്ടോ. നാളെ ഇച്ചിരി വർക്കിനായിട്ട് കുറച്ച് ദൂരേക്ക് പോവുക കേട്ടോ. കുറച്ച് ദിവസത്തേക്ക് ആളുണ്ടാവില്ല. അപ്പോൾ ഞാനും ഭാവി മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ ഇനി പുറത്തിറങ്ങാനും കുറച്ച് ദിവസത്തേക്ക് പറ്റാത്തതുകൊണ്ട് ഇന്ന് നമ്മൾ ദാ പുറത്തുനിന്ന് ഫുഡ് കഴിക്കാൻ കരുതി. അപ്പോൾ നമ്മളുടെ ഒരു കുട്ടി വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ടാറ്റാ, ബൈ.